Well, now really, when we go back then to falling in love and say it's crazy. Another hour just slipped away. It's hard to tell you when I haven't all this time. Maybe if I wear it on my face, someone else will let you know I'm not alright. With nothing to lose, but all this to drink. I'm drowning in you, can't help but think, what if I didn't know? Letting you let me go will leave me here all alone, missing you. And what if I didn't run the second our second chance wasn't gone? And what if you were the one? What if I wasn't done loving you? I wonder if you ever feel the same, intimidated by the way you seem just fine. I know I told you it'd be better this way. I didn't know that it would hurt me like that. Should've known that it'd be hard to go back. Nothing to lose, but all this to drink. I'm drowning in you. നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് രക്ഷിച്ചവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഐറിനെയും ജോസഫിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർയോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. കുടുംബ പ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ പ്രയോഗിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മനസ്സിലുള്ള കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗത്തിൽ അങ്ങേക്ക് ആരാധിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ വിമലഹൃദയവും മാർയോസേപ്പിന്റെ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളുടെ നിലനിൽക്കട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമലഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വമർപ്പിത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വസ്യ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
fame. And there I find you in the mystery, in oceans deep, my faith will stand. You are mine. Your grace abounds in deepest waters. Your sovereign hand will be my guide. My feet may fail and fear surrounds me. You never fail, and you won't stop now. So I will call upon your name and keep my eyes above the waves. When oceans rise, my soul will rest in your embrace. For I am yours, and you are mine, നിങ്ങളെ ഓരോരുത്തരെയും വളരെ പ്രത്യേകിച്ച് അരിപ്പാലം ഇടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ചക്കാലക്കൽ രാജു, രാഖി എന്നിവരെയും ഐറിനെയും ബന്ധമിത്രാദികളെയും വളരെ സ്നേഹത്തോടുകൂടി ആനത്തടം സെയിൻറ്റ് തോമസ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊക്കെ പ്രിയപ്പെട്ട ജോസഫിൻ്റെയും ഐറിൻ്റെയും വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാകാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യമേ തന്നെ രണ്ട് കുടുംബങ്ങളെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. 12:05 തിരുക്കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ രണ്ട് കുടുംബങ്ങളും ഇവിടെ എത്തിച്ചേർന്നു. പറയുന്ന വാക്ക് പാലിക്കുക, പറയുന്ന സമയം പാലിക്കുക എന്നുള്ളത് ഇന്നേ ദിവസം ദൈവത്തിനു മുമ്പിൽ ഇവരെടുക്കുന്ന ഈ തീരുമാനമനുസരിച്ച് ഒരു തിരുകുടുംബത്തിൻ്റെ മാതൃകയിൽ ഇവരെ വളർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
പാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. വിശുദ്ധ പൗത്രോസ് ലീഹ എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. മെസ്സിഹ സഹോദരരെ അനുഗ്രഹിക്കട്ടെ. ദമ്പതിമാരുടെ കടമ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവശക്തിയിൽ നിറയോ യേശുവിൻ പ്രിയജനമേ. ജീവനരുളും വചനം ലോകമഖിലം നൽകാൻ ദൈവശക്തിയിൽ നിറയോ യേശുവിൻ പ്രിയജനമേ. വിശ്വാസത്തിന്റെ പരിചയമേന്തി ആത്മാവുള്ളതായി ധരിച്ച് യേശുനാഥന്റെ പടയാളികളും പോകാനണി ചേരുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരനോട് പറഞ്ഞു, അവൻ നിന്നോട് പറയുന്നത് ചെയ്യും. യഹൂദന്റെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് വെള്ളം കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറപ്പിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം കപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്തുകൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു.
കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു വരുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വരും. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഓടുകയായിരുന്നു, നമ്മുടെ മാതാപിതാക്കന്മാർ എല്ലാം ഓടുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ വിവാഹത്തിൽ കർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പ്രസംഗത്തിന് ശേഷം ഒരു കാവസ്വസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ രണ്ടുപേരും വിളിച്ച് നിർത്തി ഞാൻ ഒരു ചോദ്യങ്ങൾ ചോദിക്കും കാർമ്മികൻ. ആ ചോദ്യം ഇങ്ങനെയാണ്: മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഇവർ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് ഉത്തരം പറയും, ഞാൻ സ്വീകരിക്കുന്നു. അതേ ചോദ്യം തന്നെ ഐറിനോട് ചോദിക്കും. ഐറിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറയും, ഞാൻ സ്വീകരിക്കുന്നു. ഇതാണ് വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പേരാണ് ഉഭയ സ്വീകരണം. നീ അവളെയും അവൾ നിന്നെയും ജീവിതത്തിൽ സ്വീകരിക്കുക. നിങ്ങൾ ആ നിമിഷം മുതൽ ഭാര്യ ഭർത്താക്കന്മാരായി തീരുകയാണ്. അത് മുതലാണ് നിങ്ങളൊരു സമ്മതം, ഒരു ഉഭയ സമ്മതം നടത്തുകയാണ്. അതാണ് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. അതിനുശേഷം നമ്മളിതെല്ലാം ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ 4 കാര്യം ചെയ്യും ഇവിടെ നിന്നുകൊണ്ട് തന്നെ. ഒന്ന്, ഒരു താലി കെട്ടും, മന്ത്രകോടിയിടും, മോതിരം കൈമാറും, ബൈബിൾ തൊട്ടൊരു പ്രതിജ്ഞ ചെയ്യും. 4 കാര്യം. ഇത് നിങ്ങൾ സ്വീകരിച്ചതിൻ്റെ ബാഹ്യമായ അടയാളങ്ങളാണ്. അപ്പോൾ താലി കെട്ടുക എന്ന് പറയുന്നത് ഒരു ബാഹ്യമായ ഒരു കാര്യമാണെങ്കിലും അതിനൊരു അർത്ഥമുണ്ട്. നീ അവളെ സ്വീകരിച്ചു, നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കഴിഞ്ഞു. മന്ത്രകോടി എന്ന് പറയുന്നത് നീ കൊടുക്കുന്ന വലിയ സമ്മാനമാണ്. ആ മന്ത്രകോടി ഒരുക്കി കൊണ്ടുവന്ന് നീ അവളുടെ തലയിട്ട് കൊടുക്കുമ്പോൾ നീ അവൾക്ക് നിന്നെ തന്നെ അവൾക്ക് വിട്ടുകൊടുക്കുകയാണ്, സമർപ്പിക്കുകയാണ് മന്ത്രകോടിയുടെ വഴി. മോതിരം കൈമാറുന്നത് നിങ്ങളുടെ പേരുകൾ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജോസഫ് എന്ന പേരെഴുതിയ മോതിരം ഐറീനിൻ്റെ മോതിരത്തിലും, ഐറീൻ എന്നെഴുതിയ ആ മോതിരം ജോസഫിൻ്റെ വിരലിടും. നിങ്ങൾ അങ്ങനെ വഹിക്കുകയാണ്, ആ വ്യക്തിയെ വഹിക്കുന്നതിൻ്റെ ഒരടയാളമാണ്. പിന്നെ നിങ്ങൾ ഒരു വ്രതം ചെയ്യും, ബൈബിൾ തോറും. അപ്പോൾ ഈ ചോദ്യമാണ്, അതിന് ഉത്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചോദ്യത്തിൽ 4 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ആ 4 കാര്യങ്ങൾ ഇതാണ്: മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടു കൂടി. ആ ചോദ്യത്തിലെല്ലാം പെട്ടു. അതെല്ലാം കൂട്ടിച്ചേർത്താണ് നിങ്ങൾ പറയുന്നത്, ഞാൻ സ്വീകരിക്കുന്നു. അപ്പം അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത് മിശിഹായുടെ നിയമം എന്നാണ്. എന്താണ് ഈ മിശിഹായുടെ നിയമം? ഈ വിവാഹവും കുടുംബജീവിതമെല്ലാം മിശിഹായുടെ നിയമമാണ്. മിശിഹ എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. എല്ലാ കുടുംബജീവിതവും എല്ലാ വിവാഹവും ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം, അത് ത്രിത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ആ ത്രിത്വത്തിൽ 2 വലിയ ഗുണങ്ങൾ നിങ്ങളിലേക്ക് കൈമാറ്റപ്പെടുകയാണ് ഈ നിമിഷം. ത്രിത്വത്തിൽ 2 മഹാഗുണങ്ങൾ എന്ന് പറയുന്നത് സ്നേഹവും അവർ തമ്മിലുള്ള ഐക്യവും. വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹവും ഐക്യവും. അങ്ങനെ മിശിഹായുടെ നിയമം എന്ന് പറയുന്നത് നമുക്ക് എവിടുന്ന ഈ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്ര വിശദമായി കിട്ടിയത്? അത് ബൈബിളിൽ നിന്നാണ്.
ബൈബിൾ അത് ഏറ്റെടുത്തു സഭയിലേക്ക്. അങ്ങനെ സഭ നൂറ്റാണ്ടുകളായി ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായ എല്ലാവരും ഇതിലൂടെ കടന്നുപോയവരാണ്. അവരൊക്കെ കുടുംബം സ്ഥാപിച്ചു. ആ കുടുംബത്തിന് ഒരു ദൈവീകതയുണ്ട്. ഇപ്പം നിങ്ങൾ ഈ വിവാഹത്തിൽ ഒരുക്കമായി എത്ര കാര്യങ്ങൾ ചെയ്തു കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു, കണ്ടു, ഇൻ്റർവ്യൂ നടത്തി, ഒരു ഉറപ്പിക്കലുണ്ടായിരുന്നു, സ്വർണ്ണം എടുക്കാൻ പോയി, വസ്ത്രം എടുക്കാൻ പോയി, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. പക്ഷേ 2 കാര്യം നിങ്ങൾ പള്ളിയിൽ വെച്ചാണ് ചെയ്തത്: മനസ്സമ്മതവും ഈ വിവാഹവും. അതെന്താ കാരണം? ആ വിവാഹം എന്ന് പറയുന്നത് അത് ദൈവികമാണ് എന്ന് നിങ്ങളെയും ഈ സമൂഹത്തെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത്. ദേവാലയത്തിൽ കൊണ്ടുവന്ന് അതിനെ നിങ്ങൾ വിശുദ്ധീകരിക്കുകയാണ്, ദൈവികമാക്കുകയാണ്. നിങ്ങൾ ഇന്ന് മുതൽ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനത്തെ നമ്മൾ ആത്മീയമാക്കുകയാണ്, ദൈവികമാക്കുകയാണ്, ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അതാണ് മിശിഹായുടെ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഇതൊരു ദൈവവിളിയാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വിവാഹത്തിന് മുമ്പ് പല ചെറുക്കന്മാർ വന്ന് കണ്ടിട്ടുണ്ടാകാം, പല പെണ്ണുങ്ങളെ പോയി കണ്ടിട്ടുണ്ടാകാം, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐറീനെ കണ്ടപ്പോഴും അത് മനസ്സിലാക്കിയപ്പോഴുമാണ് ജോസഫ് തീരുമാനിച്ചു ഐറീനെ വിവാഹം കഴിക്കാമെന്ന്. അതെന്തുകൊണ്ടാണ്? അതിന് ഉത്തരം തോബിയാസിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. തോബിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സാറ എന്ന് പറയുന്ന ചെറുപ്പക്കാരി വിവാഹം കഴിക്കാൻ ആരംഭത്തിൽ അല്പം പ്രശ്നമുണ്ടായിരുന്നു, സംശയമുണ്ടായിരുന്നപ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ദൈവിക ദൂതനാണ്. ആ ദൈവിക ദൂതൻ റബ്ബായെ മാനക പറഞ്ഞു, തോബിയാസ്, ഇവളെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. കാരണം അനാദികാലം മുതലേ ദൈവം നിനക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ഇവളെയാണ്. ഇതാണ് ഈ നിമിഷം നിങ്ങൾ 2 പേരോടും എനിക്ക് പറയാൻ. ദൈവം തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ബൈബിളിൽ വായിക്കുന്നത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പം ദൈവമാണ് നിങ്ങൾ യോജിപ്പിക്കുന്നത്. ഇങ്ങനെ സ്വീകരിച്ചാൽ നമുക്ക് മുമ്പേ പോയി വിവാഹിതരായ ആളുകൾക്ക് എന്തുമാത്രം സഹനങ്ങൾ ഏറ്റെടുത്തു, എന്തുമാത്രം പ്രതിസന്ധികൾ, ഈ കാണുന്നവരുടെ വീടുകളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും, അത് ഇല്ലാതിരിക്കാനും അത് കുറയ്ക്കാനും അതിന് നല്ലൊരു ദൈവിക മാനം കൊടുക്കാനും ഈ സ്വീകരിക്കാം, ഉഭയസ്വീകരണം അതുപോലെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വിവാഹവും എല്ലാ കുടുംബജീവിതവും എന്നും ദൈവത്തിലായിരിക്കണം. അപ്പം നമ്മളിന്ന് വായിച്ച സുവിശേഷം കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിവാഹത്തെ ബൈബിളിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്? എത്രയോ വിവാഹങ്ങൾ നടന്നിട്ടുണ്ടാകും. പക്ഷേ ബൈബിളിൽ ഈ വിവാഹത്തെ ചേർത്ത് വെക്കാൻ കാരണം അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നിങ്ങൾ എടുക്കുന്ന ഈ വ്രതം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനാണ്. എങ്കിൽ നിങ്ങൾ വിവാഹം വിജയിക്കും. യേശുവിൻ്റെ സാന്നിധ്യം നിരന്തരം ഉണ്ടാകുക. ഈ ബൈബിളിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ അനേകം കുടുംബങ്ങളുമായിട്ട് യേശു ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ വീടുകളൊക്കെ പോയിട്ടുണ്ട്. ചില പ്രത്യേകമായ സന്നിഗ്ധമായ അവസ്ഥയിൽ യേശു അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് എന്ത് കിട്ടി? സ്വസ്ഥത കിട്ടി, സമാധാനം കിട്ടി, ആശ്വാസം കിട്ടി, ദൈവീകത കിട്ടി, പ്രാർത്ഥന കിട്ടി, മാനസാന്തരം ഉണ്ടായി. വലിയ വലിയ മാറ്റങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ കുടുംബങ്ങൾക്ക് ഉണ്ടായതുപോലെ ഇന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ പ്രിയരെ, ഈ കുടുംബ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. ആധുനികമായ ചെറുപ്പക്കാർ പലരും കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്താറില്ല, അവർക്ക് സമയമില്ല, ഒന്നിനും സമയമില്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെംപ്റ്റേഷനിൽ പെടരുതേ എന്നാണ്. ഇതൊരു നിർബന്ധമാക്കണം. ഒരുപക്ഷെ മാതാപിതാക്കന്മാരെ ചേർന്നുകൊണ്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് പറ്റുമായിരിക്കില്ല. നിങ്ങൾ പല ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ തീരുമാനിക്കുക, കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും കിടക്കപ്പായിലേക്ക് പ്രവേശിക്കുമ്പോഴും കുടുംബ പ്രാർത്ഥന ചെറിയ രീതിയിലെങ്കിലും ചൊല്ലി
ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകുമെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം മനോഹരമായി തീരും. അതുകൊണ്ട് പ്രിയരെ, ഒറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ദൈവം ആരംഭിച്ച് ദൈവം നിങ്ങളെ നടത്തി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം എന്നും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന വിടരുത്. കൂദാശകൾ സ്വീകരിക്കണം. ഞായറാഴ്ചയെങ്കിലും കുർബാനയ്ക്ക് പോകണം. കുർബാന സ്വീകരിക്കണം. അങ്ങനെ ദൈവികമായ ഒരു പരിവേഷം നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം ഉണ്ടാകുമെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ അവസാനം വരെ നിലനിൽക്കും. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും സന്താനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ശോഭായമാനമായ കുടുംബജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും, പുലർത്താൻ കഴിയും. അങ്ങനെയുള്ള മനോഹരമായ ദൈവമുള്ള ദൈവികതയുള്ള യേശുവിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മനോഹരമായ ഒരു കുടുംബം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് ഇവിടെ കുളിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്യങ്ങളെ ഉപസംഹരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും കൂടി വിവാഹമെന്ന ഉദാശ വെളിപ്പെടുത്തിരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവെ ഈ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവിതം അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ നമ്മുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയുടെ പരികരം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാൽ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഐറീനെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ഐറീൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികളുടെ കൈകളിൽ പറയണം, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. അതെ, ഈ കൈകൾ മലക്കുകളിൽ ചേർത്ത് വയ്ക്കുക. ജോസഫുമായിരുന്നു അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഈ താലി വെഞ്ചരിക്കുകയാണ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ.
മോതിരം വെച്ചിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി വെഞ്ചരിപ്പ്. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ആശീർവാദമാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി, സ്വർഗത്തിലുള്ള ശസ്ത്രയുടെ നിബന്ധന ശരീരം സ്വീകരിക്കാനും അവിടുന്ന് രക്തപരിചയം തിരുസഭ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
കരുണയുള്ളവൻ നീ സ്നേഹമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച ആ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാര്യവാനായ ദൈവം വാഴ്ത്തപ്പെടരുന്നത്. വിവാഹം എന്ന കൂദാശയിൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുവരുപ്പാകട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യങ്ങൾക്ക് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മലവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും അർപ്പിക്കുവാൻ നവവധൂവരന്മാരായ ജോസഫിനെയും ഐറിനെയും ദൈവം യോഗ്യരാകട്ടെ. ദമ്പതിമാരെ നിങ്ങളെയും ഈ തിരുത്തറത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്തോത്രഗീതത്തിൽ പങ്കുചേരാം. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തും, അങ്ങേക്കായ സ്തോത്രങ്ങൾ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. സംഗീതം നീട്ടുന്നു.
മർത്യരക്ഷയ്ക്കായി കന്യകയായി അങ്ങു മണ്ണിലെ ജാതനായി, അങ്ങു മണ്ണിലെ ജാതനായി. വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന നവദമ്പതിമാരായ ജോസഫിനെയും ഐറിനെയും ആശീർവദിക്കുന്നു. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കുന്നു. ആധ്യാത്മികവും ഭൗതികമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റ് ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ക്രിസ്തുവിന്റെ അനുഗ്രഹവും സംരക്ഷണവും വിശുദ്ധ തോമാശ്ലീഹയുടെ മാധ്യസ്ഥവും എന്നും ഇവരിലും ഈ കൂടിയിരുന്ന ഓരോ വ്യക്തിയും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. This love is like the ocean that's crashing over me. It's like falling rain on the driest plains as far as eyes can see. And this love is like the trees that are looking down on top of me. And this love is like no other. It's right where I wanna be. Nobody loves you like I do, and I never want them to. Nobody loves you like I do, and I can't get enough of you, and I don't ever want to. This love is like the church bells, as loud as they can ring, in the good man's face on his wedding day when he sees his bride to be. It's like a little girl holding her daddy's hand for everyone to see. This love is like no other. It's taken over me.
it's folding out in front of me. This love is like no other. It's right where I wanna be. Nobody loves you like I do. The newly pronounced husband and wife. अब है ये जिंदगी किरने हैं सांसों में, बातों में रोशनी सूरज की बाहों में. अब है ये जिंदगी किरने हैं सांसों में, बातों में रोशनी. जो ही बदली दिल की ताल है, आहा यूं ही आया एक ख्याल है, आहा पाते हमें जिंदगी एक बार, क्यों न करे खुल के हम इसको प्यार. जाने किसका है हमें इंतजार, कि जिंदगी यही है और यही जो भी कल तक बस आरज़ू, आहा वो ही पा गए हैं मैं और तू. आहा सूरज की बाहों में अब है ये जिंदगी, किरने हैं सांसों में, बातों में रोशनी. सूरज की बाहों में अब है ये जिंदगी, किरने हैं सांसों में, बातों में रोशनी. First of all, hearty congratulations to the very vibrant and cute couple. അപ്പൊ എന്ത് തോന്നുന്നു, നിങ്ങളൊരു ന്യൂ കമ്മിറ്റ്മെന്റിനോട് യെസ് പറഞ്ഞിരിക്കുകയാണല്ലേ. അപ്പൊ ആദ്യം തന്നെ നമ്മളെ മണവാളനോട് ചോദിച്ചാലോ, അല്ലെങ്കിൽ നല്ലൊരു കൈയുടെ കൂടി തന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ മണവാളന്റെ നല്ല നല്ല ഉത്തരങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഐറിൻ ചേച്ചിയെ കണ്ടപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വൈറ്റ് സാരിയിൽ ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ ചേട്ടൻ എന്ന് ഒഫീഷ്യലി ഐറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ആവാൻ പോവാണെന്നുള്ള ആ നിമിഷത്തിൽ ചേട്ടൻ എന്തൊക്കെയാണ് തോന്നിയത്? വാട്ട് വാസ് യുവർ ഫീലിംഗ്? എനിക്ക് തോന്നേ ചേച്ചിനെ കണ്ടപ്പോൾ തന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റാണ്ട് മനസ്സിൽ ലട്ട് പൊട്ടിയായിരിക്കും അല്ലേ? അതേന്ന് ചേട്ടൻ സമ്മതിച്ചിരിക്കുകയാണ്. ആൻഡ് ഐറിൻ ചേച്ചി പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ മിസ് ടു മിസ്സസ് ആയിരിക്കാണ്. So let me ask you, how do you feel? What are your expectations? Very happy. അത്രയുള്ളൂ, ചെറിയ ചെറിയ വാക്കുകളിൽ അവരവരുടെ സന്തോഷം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നിങ്ങൾ ഇരുന്നോളൂ. ആൻഡ് ഓൾസോ നിങ്ങളെല്ലാവരും സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ദിസ് ബ്യൂട്ടിഫുൾ ഈവനിങ്. ബോത്ത് ഓഫ് യു ക്യാൻ സിറ്റ്. ആൻഡ് വിത്ത് ദാറ്റ് നമുക്ക് എല്ലാവർക്കും ഐറിൻ ചേച്ചീനെയും ജോസഫ് ചേട്ടനെയും കുറച്ചൊക്കെ അറിയായിരിക്കും. ബട്ട് ലെറ്റ്സ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ദം. സോ our groom, Joseph Arikar, he has done his schooling at St. Annie's Public School till 10th standard. Crescent Public School, he has completed his +1, +2, and then he did his Bachelor's of Commerce at Christ College in Nalakuda, and then he did his Master's in Business Administration at MS Ramaya College of Management, Bangalore. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓസ്ട്രേലിയ എന്നൊരു മോഹം വന്നിട്ട് ഐലറ്റ്സ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്തിട്ട് എഡിറ്റ് കവൻ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട്
പോയത്. ആൻഡ് റൈറ്റ് നൗ ഹിസ് വർക്കിംഗ് അറ്റ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ആസ് പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്റർ അറ്റ് ഗ്ലോബൽ പവർ സർവീസസ് മലോഗ. ആൻഡ് ഇനി നമ്മുടെ ഐറൻ ചേച്ചിയെക്കുറിച്ച് പറയാനായിട്ട് ദ വെരി പ്രിറ്റി ചിയർഫുൾ ബ്രൈഡാണ്. സോ ഷീ ഹാസ് ഡൺ ഹർ സ്കൂളിംഗ് അറ്റ് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ICIC, and then she did her BTech at Rajagiri School of Engineering and Technology, MTech at College of Engineering Trivandrum, and then worked at Rajagiri School of Engineering and Technology and is currently working in School of Engineering, KUSAT. അപ്പോൾ ഇതായിരുന്നു അവരെക്കുറിച്ചുള്ള വളരെ വളരെ സ്മോൾ ഒരു ഇൻട്രൊഡക്ഷൻ. ബാക്കി നമുക്ക് ഇവരെക്കുറിച്ച് വഴിയേ അറിയാം. And with that, marriage is a fusion of two hearts, a harmony of two souls, and the union of two families. അപ്പോൾ ഫാമിലീസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ഐ റിക്വസ്റ്റ് തെറ്റായിൽ അരിക്കാട്ട് ഫാമിലി ആൻഡ് കേടങ്ങാത്ത ചക്കാലക്കൽ ഫാമിലി ടു ബി ഓൺ ദി സ്റ്റേജ്. ആദ്യം തന്നെ നമുക്ക് ജോസഫ് ചേട്ടൻ്റെ പേരൻസിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യാം. സോ ഹിസ് ഫാദർ മിസ്റ്റർ ഷിബു AJ, who is a businessman and the owner of Region Cashiers Alur. Uncle, please. Sam John Bennett and Luke Anthony Bennett, who is studying at Vijayagiri Public School. And the last one in Arikata family, Redden Anthony Arikat, who completed his biomedical engineering at Sahardev College of Engineering and is currently working as application specialist at My Health Space, Chennai. അപ്പം നമ്മുടെ അരിക്കാട്ട് ഫാമിലി ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഐറൻ ചേച്ചിയുടെ ഫാമിലിയെ വിളിക്കാം. ഐറൻ ചേച്ചിയുടെ പപ്പ മിസ്റ്റർ രാജു ഐസക്. ഹി വാസ് വർക്കിംഗ് ആസ് എ ട്രാവൽ കൺസൾട്ടൻറ്റ് അറ്റ് അമേക്കോ ട്രാവൽസ് ഇൻ സൗദി അറേബ്യ, ബട്ട് ഹി ഈസ് നോ മോർ. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം നിങ്ങളുടെ മേലിൽ ചൊരിയുന്നുണ്ട്. ബട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഐറൻ ചേച്ചിയുടെ മമ്മി മിസ്സസ് രാഗി രാജു ആൻഡ് ഹർ ബ്രദർ ഐജൻ രാജു C, who studied in Rajagiri School of Engineering and Technology and is currently working at L&T ചെന്നൈനെ സ്വാഗതം ചെയ്യാം. പക്ഷേ ഈ ഒരു നിമിഷം നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്ന 2 പേരുണ്ട്. ഒന്ന് നമ്മുടെ ഐറൻ ചേച്ചിയുടെ പപ്പ ആൻഡ് പിന്നെ നമ്മുടെ ഷിബു അങ്കിളുടെ സിസ്റ്ററിൻ്റെ മോൾ സിമു ചേച്ചി. സോ അവരെ ഈ നിമിഷം ഒരുപാട് സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അനുഗ്രഹങ്ങളും ആശംസകളും ഈ ന്യൂലി വെഡഡ് ബ്യൂട്ടിഫുൾ പവർഫുൾ കപ്പിളിന് ഒരു ഡബിൾ സ്ട്രോങ് കയ്യടിയോടുകൂടി കൊടുത്താലോ? ആഹാ, നല്ല ഉഷാറാണല്ലോ. താങ്ക് യു സോ മച്ച്. സോ വിത്ത് ദാറ്റ്, ലോകത്തിൻ്റെ പ്രകാശമായ യേശുനാഥൻ്റെ ദിവ്യ സാന്നിധ്യം സ്മരിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നതിനായി the newly wedded couple as well as their family ne invite ചെയ്യുന്നു. Take it all in. The hearts have spoken. Let it begin. A rush to my head and it's technicolor. A rush to my head
to the depths, let it take me under. A rush to my head. Got us feeling electric, it's all around. And we are never coming down. I've been waiting for so long, for a heartbeat to call home, call home. We are the moonlight and midnight blue, into the silence we echo through. I've been waiting for so long, just to find you. Just to find you. Steady focus, breathe it all in. We have chosen, so let it begin. Got us feeling electric, it's all around. And we are never coming down. I've been waiting for so long, for a heartbeat to call home, call home. We are the moonlight and midnight blue, into the silence we echo through. I've been waiting for so long, just to find you. Just to find you. A rush to my head and it's technicolor. A rush to my head, a rush to my head. I've been waiting for so long, for a heartbeat to call home, call home. We are the moonlight and midnight blue, into the silence we echo through. I've been waiting for so long, just to find you. Just to find, just to find, just to find you. Just to find, just to find. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ. കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുതേ. ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം. ചന്ദ്രന്റെ സ്വന്തമായി നിനക്കു വേണ്ടി നാം
മാക്കുളങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി അറിഞ്ഞ നിനക്കു വെണ്ണിലാവും മാക്കുളങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താരയൊക്കെ കൂടനഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെങ്കിൽ തങ്കവർണ്ണ പുണ്യം പ്രിയക്ക് മുത്താവണം ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി അറിഞ്ഞ നിനക്കു വെണ്ണിലാവും പാക്കുളങ്ങൾ കൊണ്ടുവന്നു കടമയിൽ കമലദളം നടന്നാൽ പുലരി മഴ കടമയിൽ കമലദളം കവിളിനയിൽ സെഞ്ചുറി നടന്നാൽ പുലരി മഴ പൂഞ്ചൊലിയിൽ പുന്നാരം കടമയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊലിയിൽ പുന്നാരം കടമയിൽ കമലദളം കവിളിനയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊലിയിൽ പുന്നാരം മലയില കൈക്കമരത്തില കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമര കാതിൽ തേന്മഴ കണ്ടം പൂട്ടടി പൂഞ്ചോലെ പാടം പൂത്തണിഞ്ഞോടി പൂവരമിൽ വാടി കന്നി മണന്തേ നാടൻ കാറ്റു കിതച്ചോടും ജാതിരമിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിനോ താനക 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 താതിനോ കക്കമലയിലെ കൈക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമര കാതിൽ തേന്മഴ കണ്ടം പൂട്ടടി പൂഞ്ചോലെ പാടം പൂത്തണിഞ്ഞോടി പൂവരമിൽ വാടി കന്നി മണന്തേ നാടൻ കാറ്റു കിതച്ചോടും ജാതിരമിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിനോ താനക 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 താതിനോ என்ன மாமா உங்க ஆட்டத்துக்கு ஊரே ஆடுவேன் அதுக்கு ஒரு அடிய போட்டு விடுவோம் அப்படின்ற கட்டுமல்லி கட்டி வச்சா கலகலதான் பொட்டு வச்சா திரள் ரெண்டு வச்சா சாரா பாம்பு இடுப்ப வச்சா வச்ச பொட்டி உன்னையும் தூக்கி நெத்திக்கு மட்டி போட்ட வச்சவளே உச்சி கொட்ட நேரத்துக்குள்ள உச்சா கட்டம் தொட்டவளே ரஞ்சிதமே 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 மனச கலக்கு மந்திரமே ரஞ்சிதமே ரஞ்சிதமே என்ன பதட்டு வலிக்க கொஞ்சமே ரஞ்சிதமே ரஞ்சிதமே மனச கலக்கு மந்திரமே ரஞ்சிதமே ரஞ்சிதமே என்ன பதட்டு வலிக்க கொஞ்சமே வந்தது 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 மனசு சத்திரமே சத்திரமே நான் நிக்கிற 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 வெறும் சித்திரமே சித்திரமே ரஞ்சிதமே 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 ரஞ்சிதமே
കാത്തു നിൽക്കുന്നു ഞാൻ. എൻ്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചം, വില്ല് വെച്ചൊരു പണ്ടിക്ക് സ്വന്തക്കാരൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. അട്ടും മുട്ടും മോഹം മുട്ടും തട്ടും ദാഹം, നോക്കി നിന്ന കണ്ണും കണ്ണും പിടിവിടും കാലം. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടനടയ്ക്ക് താളം. പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴകി തഴുകും താളം. ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാൽ അതും താളം. പെണ്ണോടിയ മനസ്സും മറക്കും താളം, പെണ്ണോടിടയും മുളതമ താളം. താളം മുത്തും മുത്തും മേളം, നോക്കി നിന്ന കയ്യും കാലും കൂട്ടിയിരിക്കും താളം. മുത്തും മുത്തും മോഹം മുത്തും തട്ടം ദാഹം, നോക്കി നിന്ന കണ്ണും കണ്ണും പിടിപിടും
തുടക്കിറിയ
ഉദ്ബോധനം നമുക്ക് ശ്രമിക്കാം. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ശംശിയായ സുവിശേഷം. മണവാളിനെതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണയെടുത്തിരുന്നില്ല. വിവേകവതികൾ വിളക്കുകൾക്കൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റ് വിളക്കുകൾ ഒരുക്കി. ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം മംഗല്യാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ആരംഭിക്കുന്ന ഈ ദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശയിൽ ഞങ്ങളെ ഒന്നാക്കിയതിന് അങ്ങോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഞങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം അവരിൽ സദാ വളർത്തണമേ. അവർ സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. അവരുടെ ജീവിതത്തിൽ അവനെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. കുടുംബപ്രതിഷ്ഠ ഈശോയുടെ